മുൻ മുഖ്യമന്ത്രിയായ അച്യുതാനന്ദൻ വിട പറഞ്ഞിരിക്കുന്നു. എല്ലാ കേരളീയ സമൂഹവും അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയകളിലൂടെ, ചാനലുകളിലൂടെ, പത്രദ്വാര മാധ്യമങ്ങളിലൂടെ ഒക്കെ ആദരാഞ്ജലികൾ അർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ പങ്കുചേരുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ വളരെ മനോഹരമായ, ഏറ്റവും മനോഹരമായ ഒരു സംസ്കാരമാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏത് പ്രാസ്ഥാനിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലും നേതൃത്വം കൊടുത്തിരുന്ന ആളുകൾ വിട പറയുമ്പോൾ അവരെക്കുറിച്ച് നല്ലത് പറയുന്നു. അവരുടെ വിയോഗത്തിൽ, വേർപാടിൽ ദുഃഖിക്കുകയും പങ്കുചേരുകയും ചെയ്യുന്നു എന്നത് ഈ നാടിൻ്റെ വളരെ മനോഹരമായ ഒരു സംസ്കാരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നോക്കൂ, ഇതിൽ പ്രവാചകരുടെ ഒരു മാതൃകയുണ്ട്. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബലവൃന്ദം അനുയായികളും ഒരു വഴിയരികിൽ ഇരിക്കുമ്പം ഒരു ജനാസ, മയ്യത്ത്, മൃതശരീരം കൊണ്ടുപോവുകയാണ്. അതുവഴി കൊണ്ടുപോകുമ്പം അത് കണ്ട പ്രവാചകർ എണീറ്റ് നിൽക്കുന്നുണ്ട്. കൂടെ എണീറ്റ് നിന്ന സ്വഹാബികളിൽ ആരോ ചോദിച്ചു, നബിയെ, ഇതൊരു യഹൂദിയുടെ ജനാസല്ലേ, അങ്ങ് എന്തിന് എഴുന്നേറ്റ് നിൽക്കണം എന്ന്. തിരുനബിയുടെ ഒരു മറുപടി, ആ മറുപടിയാണ് നമ്മുടെ സംസ്കാരം. അവിടുത്തെ ആപ്തവാക്യം ഇങ്ങനെയാണ്, ഇദാ റഅയ്തുമുൽ ജനാസ ഫഖൂമു. നിങ്ങൾ ഒരു ജനാസ കണ്ടാൽ, ഒരു ചേതനയേറ്റ ശരീരം കണ്ടാൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം, റെസ്പെക്റ്റ് ചെയ്യണം എന്ന്. ഇത്രമേൽ മാനവികതയെ വിളിച്ചോതുന്ന, ഉദാത്തമായ മാതൃക കാണിച്ച മറ്റൊരു നേതാവിൻ്റെ ആപ്തവാക്യങ്ങളോ അനുഭവങ്ങളോ അറിവോ നിങ്ങൾക്കുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് us know in the comment box.